പോട്ടെ ഒപ്പച്ചി, ഇനി കറക്റ്റ് കാര്യമില്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ PSG-ക്കുള്ളതാണ് കപ്പ്. ആഴ്സണൽ കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല UCL. അപ്പോ എന്തായാലും വീഡിയോ തുടങ്ങാം. RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ PSG vs ആഴ്സണൽ ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായിരിക്കുകയാണ് കണ്ടൻ ലീഗിലെ ആ ഒരു ക്ലബ്ബ്. കണ്ടൻ ലീഗ് എന്ന് വെച്ച് കളിയാക്കിയവർ ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല. അവർ വീണ്ടും രണ്ടാമത് യൂറോപ്പ് ഭരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തുടർ ഭരണം കാഴ്ചവെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ വല്ലാത്ത സങ്കടമുണ്ട്, വല്ലാത്തൊരു നിരാശയുണ്ട്. ഞാൻ ആഴ്സണൽ ഫാനൊന്നും അല്ല, പക്ഷേ ഇന്നലെ ആഴ്സണൽ വിജയിക്കണമെന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിച്ച ശേഷം വല്ലാതെ ആഗ്രഹിച്ചു. ഞാനിത് ഓരോ വീഡിയോയിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഴ്സണൽ കപ്പടിക്കണം. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കളി കഴിഞ്ഞപ്പോൾ ഒരു ട്രോളാനോ അങ്ങനെ ഒന്നിനും ഒരു തോന്നുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിൽ ചെയ്തു, കലൗട്ട് അടച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ട്രോളാനുള്ള ഒരു ഇതൊന്നും തോന്നിയില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായിട്ട് അവർ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തി. ഫൈനലിൽ അത്ര മനോഹരമായിട്ട് തന്നെ 90 മിനിറ്റ് മാത്രമല്ല, 90 മിനിറ്റ് പ്ലസ് എക്സ്ട്രാ ടൈം, അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ എത്തിച്ചു. PSG പോലൊരു അറ്റാക്കിംഗ് ത്രയുള്ള ആ ഒരു കിടിലൻ ടീമിനെ ഫസ്റ്റ് ഹാഫിൽ, സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിൽ ആഴ്സണൽ ലീഡ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ PSG-നെ അവർ ശരിക്കും പൂട്ടെന്ന് അറിയില്ല. അതും എമ്മാതിരി പൂട്ട്, അറ്റാക്കിംഗ് മുതൽ മിഡ്ഫീൽഡ് മുതൽ ഡിഫൻഡർ വരെ ഫുള്ളായിട്ട് PSG-ന് 4 വശത്തോട്ട് പൂട്ടിയപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇടയ്ക്കൊക്കെ ഒന്ന് PSG ട്രാക്ക് മാറി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് വിജയ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് വേണ്ടി വന്നു. അല്ലാതെ ഒരു ഗോൾ പോലും അടിക്കാൻ സാധിക്കാതെയാണ് PSG 90 മിനിറ്റും എക്സ്ട്രാ 30 മിനിറ്റും കഴിഞ്ഞത്. പക്ഷേ പെനാൽറ്റിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭാഗ്യത്തിൽ PSG വിജയിക്കുകയും ആഴ്സണൽ പരാജയപ്പെടുകയും ചെയ്തു. കളിയിൽ എന്തായാലും കുറെ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും കോൺട്രവേഴ്സിയൊക്കെ അനുകൂലമായിട്ട് ആഴ്സണലിന്റെ ഭാഗത്തായിക്കോട്ടെ, അനുകൂലമായിട്ട് ആഴ്സണലിലേക്ക് തന്നെ കിട്ടി. എന്താ പറയുക, രണ്ട് ഹാൻഡ് ബോളോളം കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നു പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിടാം. നമുക്ക് കളിയിലേക്ക് വരികയാണെങ്കിൽ എനിക്കെന്താ പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ കളിക്ക് മുന്നേ തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PSG-യുടെ അറ്റാക്കിങ്ങും ആഴ്സണലിന്റെ ഡിഫൻസും. അങ്ങനെ PSG ബാക്ക് ടു ബാക്ക് കപ്പടിച്ചിരിക്കുകയാണ്. ലൂയിസ് എൻട്രിക്കിന്റെ അണ്ടറിൽ 2ാമത്തെ ചാമ്പ്യൻസ് ലീഗും ലൂയിസ് എൻട്രിക്കിന്റെ 3ാമത്തെ ചാമ്പ്യൻസ് ലീഗാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി 2015-16 സീസണിൽ ലൂയിസ് എൻട്രിക്ക് ചാമ്പ്യൻസ് ലീഗും ട്രിപ്പിളൊക്കെ നേടിയതാണ്. അപ്പോൾ ആഴ്സണലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുക, ഒരുപാട് കാലത്ത് അവരുടെ ക്ലബ് ചരിത്രത്തിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് മുത്തമിടാന്ന് പറഞ്ഞിട്ട് കുറേ കാലങ്ങളായി കുറേ ഫൈനലുകൾ അവരെത്തിയിട്ടൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഫൈനലുകളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആഴ്സണൽ ഫാൻസിനെ സമ്മതിക്കുന്നത് എന്താ പറഞ്ഞാൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ലിവർപൂളിനും ചെൽസിക്കും അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കും ഉള്ളതിനേക്കാളൊക്കെ അത്രയും ഫാൻസ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഫാൻസ് ഇപ്പോഴും ആഴ്സണലിലുണ്ടെന്നുള്ള കാര്യമാണ്. അവർക്ക് കൊടുക്കണം. എന്താ പറഞ്ഞാൽ ഈ ഇത്രയും കിരീടങ്ങളില്ലാതെ ഈ സീസണിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാത്രമേ കിട്ടിയുള്ളൂ. അവർ ഈ സീസണിൽ FA കപ്പും കരബാവ് കപ്പും ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിക്കുന്നു വിചാരിച്ചാണ്. ഇതാ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലെത്തി, FA കപ്പിൽ ഫൈനലിലെത്തി. അവിടെ നിന്നും കിരീടം നഷ്ടപ്പെട്ട് ആകെ കിട്ടിയത് ലീഗ് കിരീടം മാത്രമാണ്. എന്നിട്ടും ആ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ആഴ്സണൽ ഫാൻസ് ഉണ്ടല്ലോ, അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് ഇപ്പോഴും ട്രോളുള്ളവരിങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് ഒരു ട്രോളാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. എന്താ പറഞ്ഞാൽ കളി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടീം വിജയിക്കുക. അപ്പോൾ നമുക്ക് ഇത്ര ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഴ്സണൽ ഫാൻസായ ഒരു ടീം, അവരുടെ ഒരു ഫാൻസിന് എത്രമാത്രം ഫീലിംഗ് ഉണ്ടാവുന്നത് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ പരാജയം. അതേപോലെ തന്നെ ആ റയയുടെയും അതേപോലെ റയയുടെയൊക്കെ അവസാനത്തെ ആ ഗ്രൗണ്ടിൽ കിടത്തിട്ടുള്ള കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ അത്രമാത്രം ആ ചങ്ങായി ആ ഒരു കപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഫാൻസിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആർട്ടറ്റ ആ ഒരു ട്രോഫിക്ക് അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ഇതാണ് നടന്നത്. എന്താ പറഞ്ഞാൽ ആർട്ടറ്റയും അത്രമാത്രം അർഹിച്ചിരുന്നു ആ ഒരു ചാമ്പ്യൻസ് ലീഗ്. എന്താ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മറുവശത്ത് PSG ആണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് കളിച്ചത്. അവർക്കും അവരുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുവരെ കിട്ടാത്തൊരു ചാമ്പ്യൻസ് ലീഗാണ്. അങ്ങനെ കിട്ടി, അവർക്ക് സ്വന്തമാക്കി. ഇനിയിപ്പോൾ അവർക്ക് അത് ഇല്ലെങ്കിലും ആഴ്സണൽ എടുത്തോട്ടെ എന്നുള്ളതിലാണ് ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് ആഴ്സണലിന് സപ്പോർട്ട് കൊടുത്തത്. അല്ലാതെ PSG-യോടെ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ആഴ്സണലിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് കൊണ്ടല്ല. കളിക്കുന്നവർ ജയിക്കട്ടെ എന്നുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് PSG പോലെ ഒരു ടീമിനെ അവർ ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രീതിക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാലും ഇടയ്ക്ക് ഗിയർ മാറ്റിയിട്ട് PSG വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 78% ബോൾ പോസ്റ്റ് ഉണ്ടായിരുന്നു PSG-യുടെ ഭാഗത്ത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് 28% മാത്രം എന്തോ ബോൾ പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 72-ഉം 28-ഉം ഉണ്ടായിരുന്നത്. എന്നിട്ടും PSG-യെ ഗോൾ അടിക്കാതെ 90 മിനിറ്റ് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അവർ സമനില ഗോൾ സ്വന്തമാക്കിയത്. അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഗബ്രിയലിൻ്റെയും എസയുടെയും, അതേപോലെ നിർണായകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഗബ്രിയലിനെ ടോളുണ്ടാകും, പക്ഷേ എസയുടെ ഫസ്റ്റ് തന്നെ ഒരു പെനാൽറ്റി മിസ്സാണ്. അതേപോലെ ഡേവിഡ് റിയ ഒരു പെനാൽറ്റി സേവ് ചെയ്യുന്നുണ്ടായിരുന്നു.
മൊത്തത്തിൽ റയ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. ആഴ്സണൽ ടീം എന്താ പറയുക, ഇന്നത്തെ ടീമിന്റെ മൊത്തം ആ ഒരു എഫേർട്ടും ആ ഒരു ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ ആ കപ്പിന് വേണ്ടിയിട്ട് നന്നായിട്ട് പോരാടിയിട്ടുണ്ട്. പക്ഷേ ഈ പെനാൾട്ടി എന്ന വിധിക്ക് മുന്നിലാണ് അവർ എന്താ പറയുക അടിയറവ് വെച്ചെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഇന്ന് നിങ്ങളുടെ PSG ജയിച്ചു, എന്താണ് ഇന്ന് പറയാനുള്ളത് PSG കുറിച്ച്? അതേപോലെ ആഴ്സണലിന്റെ കളിയെ കുറിച്ച് എന്താണ് പറയുന്നത്? ആഴ്സണലിന്റെ കളി പഴയതുപോലെയല്ല, ഇത് വേറെ ടീമായിരുന്നു കണ്ടത്. വേറെ ടീം എന്ന് പറഞ്ഞാൽ നമ്മള് പൊതുവെ ആഴ്സണൽ ഈ ഫൈനൽ ബിഗ് മാച്ചുകളിലേക്ക് വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണും. പക്ഷെ ഇന്ന് വളരെ സൂക്ഷ്മമായിട്ട് അടിപൊളിയായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സെറ്റ് പീസ് രാജാക്കൾ, അതും മെയിനായിട്ട് കോർണറുകളിലൂടെ. പക്ഷെ ഇന്ന് അവർക്ക് ഇന്ന് എത്രാമത്തെ മിനിറ്റാണ് കോർണർ കുറവ് കോർണറാണ്. എനിക്ക് തോന്നുന്നു 92-ാം മിനിറ്റിലാണ് തോന്നുന്നു, 92-ാം മിനിറ്റിലോ 72-ാം മിനിറ്റിലാണ് ഫസ്റ്റ് കോർണർ വിൻ ചെയ്യുന്നത് ആഴ്സണൽ അറ്റാക്കിംഗ് ഉദ്ദേശിച്ചില്ല. ഫസ്റ്റ് എവേഴ്സിലൂടെ ഒരു ഫസ്റ്റ് ഗോള് അവര് 5-ാം മിനിറ്റിൽ തന്നെ ഗോൾ സ്കോർ ചെയ്യണം, അതും ഒരു കിടിലൻ ആംഗിളിൽ നിന്ന്. വേറെ ഗോൾ കീപ്പർ വരെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു അടി. ഗോൾ കീപ്പറിന്റെ തലമുകളിൽ കൂടെ പോയി ഗോൾ കീപ്പർ ഒന്ന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്താൽ ചിലപ്പോൾ അത് കിട്ടായിരുന്നു. പക്ഷെ കിടിലൻ, അതും ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് ആരും ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുന്ന വിചാരിച്ചില്ല. അങ്ങനെ ഒരു കിടിലൻ ഗോൾ അടിച്ചപ്പോൾ പിന്നെ അതിനുശേഷം എൻ്റെ മോനെ എമ്മാതിരി ബ്ലോക്കുകളും ഡിഫൻസും. വിങ്ങൾ കവരാസ്കേലിൽ നിന്നും ഫസ്റ്റ് ഹാഫിൽ ബോൾ അനക്കിയിട്ട് വിടാൻ പറ്റില്ല. എന്താ പറയാ, ഗംഭീരമായിട്ട് എന്നിട്ട് ആ കൂട്ടാന് പഠിച്ചിട്ടുണ്ട് നല്ലോണം. എന്താ പറയുക, ഈ സീസണിൽ നമുക്ക് നോക്കിയാൽ ചാമ്പ്യൻസ് ലീഗിൽ 8 ഗോളുകൾ എന്തോ വഴങ്ങിയിട്ടുള്ളൂ. അത് അവരുടെ ഡിഫൻസും അവരുടെ ഗോൾ കീപ്പറും തന്നെയാണ്. അവർ ഡിഫൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ മിഡ്ഫീൽഡിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ അറ്റാക്കിങ്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹേർട്സും അതേപോലെ തന്നെ ഫോർവേഡ്സ് കളിക്കുന്നവരൊക്കെ ഡിഫൻസിന് വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശരിക്കും ഈ PSG മിഡ്ഫീൽഡ് ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടില്ല. പറഞ്ഞു വന്നാൽ ഫാബിയാൻ റോയ്സും വിത്തീനയും ജോനവിസും പൂട്ടിയ കാര്യമാണല്ലേ. അതെ, അവർ ആ ഒരു മിഡ്ഫീൽഡിനെ ശരിക്കും പൂട്ടിയത് കൊണ്ട് എന്താ പറയാ, കവരസ്കേലിയും ഡെംബലിക്കും അതേപോലെ ഡിസൈഡോയ്ക്കും ഒന്നും അറ്റാക്കിങ്ങിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബോള് എത്തിക്കുന്നില്ല. അതേപോലെ ഈ ഡിഫൻസിൽ നിന്ന് ബോള് അങ്ങോട്ട് പാസിങ് ഉണ്ടല്ലോ, ആ ഒരു ത്രൂ പാസ് വരെ ഇവർ ബ്ലോക്ക് ചെയ്തിട്ട് നല്ല രീതിക്ക് അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് മുന്നേറ്റങ്ങളൊക്കെ PSG ഭാഗത്തുണ്ടായിരുന്നു. ചില കൗണ്ടറുകളൊക്കെ ഒന്ന് ആഴ്സണൽ ഡൗൺ ആയി. ആ ഡൗൺ ആയ സമയത്ത് നല്ലപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. അതുവരെ ഒരു ഗോള് സ്കോർ ചെയ്യാൻ ഈ ലോകോത്തരമായ അറ്റാക്കിംഗ് ത്രയത്തിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യമാണ്. കഴിയാത്തത് ഒന്ന് ഇവരുടെ ഡിഫൻസും അതേപോലെ തന്നെ ഗോൾ കീപ്പർ ഒരെണ്ണം മാത്രം ബാറിൽ തട്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആഴ്സണലിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ആഴ്സണലിന്റെ നയം തന്നെയാണ്, കിട്ടിയ ചാൻസിൽ മറ്റേ കൗണ്ടറിൽ കൊണ്ട് ഗോൾ അടിക്കുക. ഈ ഫസ്റ്റ് ഗോൾ അടിച്ച പോലെ തന്നെ ബാക്കി പരമാവധി ഡിഫൻസ് ചെയ്ത് കളിക്കുക. അതേപോലെ തന്നെ അവർ തീർക്കുന്ന 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്കും പോയി. പെനാൾട്ടിയിൽ ആദ്യം ആഴ്സണലിന്റെ ബോളാണ് എസെ അടിച്ച് പുറത്തിടുന്നത്. പിന്നെ നോക്കുമ്പോൾ അവസാന കിക്ക്, 5ാമത്തെ കിക്ക്, എന്താ പറഞ്ഞാൽ ഭയങ്കര സമ്മർദ്ദമുള്ള ഒരു ടൈമിലാണ് ഗബ്രിയേൽ. പറഞ്ഞിട്ടത് കാര്യമൊന്നുമില്ല, ആള് എടുത്തത് റോക്കറ്റ് വിട്ട പോലെ പോയി എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അതെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, മാർക്കീനസ് വന്നിട്ട് ആദ്യമായിട്ട് മാർക്കീനസ് ആണ് ഗബ്രിയേലിനെ കെട്ടിപ്പിടിച്ചത്. എന്താ പറഞ്ഞാൽ ബ്രസീലിന്റെ ഡിഫൻസ് രണ്ടാളാണ് ഇനി വേൾഡ് കപ്പിൽ കളിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും ആ ചങ്ങായി ആൾക്ക് കൊടുത്ത ഒരു ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ, തളരണ്ട, നമുക്കിനി വേൾഡ് കപ്പിലേക്കുള്ള ഒരു എന്താ പറയുക വേൾഡ് കപ്പ് നേടാനായിരിക്കും എന്നുള്ള അതെന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ അത്രയും ഇമോഷണലായ ഒരു ടൈമിലാണ് ആൾ ആദ്യം ടീമേറ്റ്സ് എത്രയും മുമ്പ് തന്നെ പോയിട്ട് മാർക്കീനസ് പോയിട്ട് ഇത് സംസാരിക്കുന്നത്. ക്യാപ്റ്റന്റെ ആ ഒരു എന്താ പറയാ, ഇത് അടിപൊളിയായിരുന്നു ആ ഒരു രംഗം. അങ്ങനെ കണ്ടലിലേക്ക് വിളിച്ച് കളിയാക്കുന്ന വിളിയൊക്കെ ഇനി നിർത്താനായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ യൂറോപ്പ് ഭരിക്കുന്ന, അതും ബാക്ക് ടു ബാക്ക് 2ാമത്തെ പ്രാവശ്യം യൂറോപ്പ് ഭരിക്കുകയാണ് PSG ലൂയിസ് എൻട്രിക്കിന്റെ അണ്ടറിൽ. അതും അങ്ങനെ കണ്ടൻ ലീഗ് ടീം 2 ചാമ്പ്യൻസ് ലീഗ് ബാക്ക് ടു ബാക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ വേണ്ടി ചങ്ങായി 2 വർഷം മുമ്പ് PSG വിട്ട് പോയിട്ടുണ്ടായിരുന്നു, ബാലൻഡിയറും ചാമ്പ്യൻസ് ലീഗൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചങ്ങായി അവിടെ പോയപ്പോൾ ആ ഒരു ടീം ഇതുവരെ ചാമ്പ്യൻസ് ലീഗും ലാ ലീഗും ഒക്കെ തൂക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് 0 ട്രോഫിയാണ്. അപ്പോൾ ആരാന്ന് റെഹാൻ അറിയോ? നിങ്ങൾക്കറിയോ ആരാണ്? എനിക്കറിയാം. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തില്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ അറിയുന്നവർ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കൂടി ഇപ്പോൾ PSG ഉണ്ട്. അങ്ങനെ ലൂയിസ് എൻട്രിക്ക് പെപ്പിന്റെ റെക്കോർഡിന് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 3 ചാമ്പ്യൻസ് ലീഗ് നേടുന്ന ഒരു മാനേജർ ആയിരിക്കുകയാണ്. ഇനി ഒരു റെക്കോർഡ് അടിക്കാനുണ്ട്, അത് കാർലോ അഞ്ചലോട്ടിന്റെ 5 ചാമ്പ്യൻസ് ലീഗ് എന്ന റെക്കോർഡാണ്. അതെ, കാർലോ അഞ്ചലോട്ടിന്റെ 5 ചാമ്പ്യൻസ് ലീഗ് റെക്കോർഡ് ഇനി മുകളിലാണുള്ളത്. അതും ചിലപ്പോൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു അവസാനം ഇനി ഒരു 4-5 വർഷത്തിൽ PSG 1-2 ടൈറ്റിൽ അടിക്കാനുള്ള ചാൻസുകളുണ്ട്. ഈ ഒരു സ്ക്വാഡായിട്ട് ലൂയിസ് എൻട്രിക്ക് അവിടെ കോച്ചായിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു സംശയമില്ല. അതിനുള്ള ആ ഒരു സ്ക്വാഡ് ഡെപ്തും ബെഞ്ച് ഡെപ്തും എല്ലാം അവർക്കുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്ക് ആഴ്സണൽ ഇതിനു മുമ്പ് ഇതേപോലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 1995 യൂറോപ്പ കപ്പ് വിന്നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഫൈനലിൽ റയൽ സരഗോസന്റെ കൂടെ 2-1 പരാജയപ്പെട്ടത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗലതസറായി ആയിട്ട് യുഎഫ കപ്പിൽ 2000 4-1 പെനാൽറ്റി പരാജയപ്പെട്ടു. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ 2006 മറക്കാൻ പറ്റില്ല. ഒരു ആഴ്സണൽ ഫാൻസും ഒരു ബാഴ്സലോണ ഫാനും ഒരു ഗോളിന് ആദ്യം ലീഡ് ചെയ്ത ശേഷം 2-1 പരാജയപ്പെടുകയും ചെയ്ത് ആഴ്സണൽ അങ്ങനെ ഹെൻറിയുടെ അതിനുശേഷം ചെൽസിയോട് 4-1 പരാജയപ്പെട്ട് യൂറോപ്യൻ ലീഗ് ഫൈനലിൽ 2019 അങ്ങനെ ഒരു ട്രോഫി കൂടി നഷ്ടപ്പെടുത്തി. ഇതാ വീണ്ടും കണ്ണീരിൽ എന്താ പറയുക, ആഴ്സണൽ ഫാൻസിന് ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഓരോ രാത്രികളാണ് ഇന്നലെ കടന്നുപോയത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർ അത്ര മനോഹരമായിട്ട് കളിച്ച ഫുട്ബോളായിരുന്നു. ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അടിച്ചു, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഇത്രയും മനോഹരമായി ഏറ്റവും ഗോളുകൾ കുറഞ്ഞ് ഡിഫെൻഡ് ചെയ്ത് ഡബിൾ അടിക്കുക എന്നൊരു പ്ലാനിൽ വന്ന അതെ തീർച്ചയായിട്ടും തിരിച്ചു വിട്ടിരിക്കുക. അവർ അർഹിച്ചിട്ടുണ്ടായിരുന്നു, അവർ അർഹിച്ചത് തന്നെയാണ്. പക്ഷെ PSG പറഞ്ഞാൽ PSG അത്രമാത്രം നമ്മൾ ഇന്ന് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ 4-1 നീ ജയിക്കുന്നു വിചാരിച്ചത്. പക്ഷെ ഇതിൽ ഒരുപാട് പേര്, ഇതിൽ കൂടുതൽ പേര് ആഴ്സണൽ ജയിച്ചാലും എത്ര ഗോളിനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2-1 ജയിക്കുന്ന വിചാരിച്ചത്, പക്ഷെ അതിനുള്ള ചാൻസുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെനാൾട്ടി ഒരു ലെക്കാണ്, ആ ലെക്കിൽ PSG-ക്കായിരുന്നു വിജയം. അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോവാം. കളി തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു സ്റ്റേഡിയത്തിൽ 2 ടീമുകളുടെയും ടിഫോ അതിസുന്ദരമായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ വൈബ് ഉണ്ടല്ലോ, അതും വേറെ ലെവലായിരുന്നു. നമുക്ക് സ്റ്റാറ്റസിലേക്ക് അടക്കുകയാണെങ്കിൽ 19 ഷോട്ടുകളാണ് PSG എന്ന് പറയുന്ന ടീം ആഴ്സണലിനെതിരെ എടുത്ത്. അതിൽ 4 ഓട്ടർജല്ലിക്ക് ആയപ്പോൾ ആഴ്സണലിൽ വെറും 5 ഷോട്ടുകൾ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1 മാത്രം ഓട്ടർജല്ലിക്ക് പോയത്, അത് ഗോളായി മാറ്റുകയും ചെയ്തു. 72% പൊസിഷൻ ഉണ്ടായിരുന്നു PSG-യുടെ ഭാഗത്ത്. ആഴ്സണലിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറും 28% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 847 പാസുകൾ ഒരു ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൻ്റെ റെക്കോർഡായിരിക്കും ചിലപ്പോൾ. പാസ് ആഴ്സണലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വെറും 311 പാസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 93% പാസിംഗ് അക്യുറസി PSG-യുടെ ഭാഗത്തുണ്ടായിരുന്നപ്പോൾ 71% പാസിംഗ് അക്യുറസി ആഴ്സണലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. 11 ഫൗള് PSG കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ 16 ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 യെല്ലോ കാർഡും ആഴ്സണലിന് 4 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. 11 കോർണേഴ്സാണ് വിൻ ചെയ്തിട്ടുള്ളത് PSG എന്ന് പറയുന്ന ടീം. അതിൽ നിന്ന് ഒരു ഗോൾ പോലും ആക്കാൻ PSG കഴിഞ്ഞിട്ടില്ല. ആ ഒരു 11 കോർണേഴ്സ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണലിൻ്റെ അത്രയും നല്ല ഡിഫൻസും അത്രയും നല്ല ആ ഒരു എന്താ പറയുക പോരാട്ട വീര്യത്തിന് മുന്നിൽ തന്നെയാണ്. എന്താ പറഞ്ഞാൽ പെനാൽറ്റി ബോക്സിനോ റേക്കോ മുന്നിൽ അടുപ്പിക്കാതെ അതിനു മുമ്പ് തന്നെ പുറത്തേക്ക് ബോൾ കളയാനുള്ള ആ ഒരു ഇതിലായിരുന്നു അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആഴ്സണൽ സെറ്റ് പീസ് രാജാക്കന്മാർ ആഴ്സണലിന് വെറും 3 കോർണേഴ്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കോർണറുകള് PSG-ക്ക് കൂടുതൽ സെറ്റ് പീസ് രാജാക്കന്മാർ, അത് കോർണറിൽ. അത് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇതിനുള്ള റീസൺ എന്ന് പറഞ്ഞാല് അത്രമാത്രം അറ്റാക്കിംഗ് ഒന്നും ആഴ്സണലിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. ആഴ്സണലിൽ കിട്ടിയ അവസരങ്ങൾ എസെ വന്ന സമയത്ത്, അതേപോലെ തന്നെ സാക്ക ഉള്ള സമയത്തും, അതേപോലെ മാർട്ടിനെല്ലി വന്ന സമയത്തൊക്കെ ഇവർ കിട്ടിയ ബോൾ മാത്രം കൗണ്ടറിലാണ്. അപ്പോഴും ഡിഫൻസിന് അവർ എപ്പോഴും ബാക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. കാരണം 1-2 പ്ലെയേഴ്സ് മാത്രമാണ് അറ്റാക്കിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം ഡിക്ലറേഴ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ്. ബാക്കി എല്ലാവരും ഡിഫൻസിന്. എന്താ പറഞ്ഞാൽ PSG ആണ് ഏത് സമയത്തും ഗോൾ കയറ്റാനുള്ള ആ ഒരു ഉള്ള ടീമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം അങ്ങനെ ടിംബലയുടെ ഒരു പെനാൾട്ടിയിലൂടെ 1-1 സമനില നേടി കളി അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇനി വേൾഡ് കപ്പ് വാർത്തകളായിരിക്കും കൂടുതലായിട്ട് വരാൻ എന്താ പറയുക, ലീഗും ചാമ്പ്യൻസ് ലീഗും എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ഉണ്ടാവും, പക്ഷേ മെയിനായിട്ട് വേൾഡ് കപ്പ് വാർത്തകളായിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ അടിച്ച് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും.